ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് കുരിശ് വരച്ച് ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും കുരിശൊക്കെ വരയ്ക്കാറുണ്ടോ? ഇല്ലെങ്കിൽ വരയ്ക്കണം. രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം ഉറങ്ങുമ്പോഴും ദേവാലയത്തിൽ പോകുമ്പോഴും കുരിശ് വരയ്ക്കാൻ മറക്കരുത്. മാഷ് അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. 6ാം ക്ലാസ്സിലെ 6ാം പാഠഭാഗമായ പാപികളെ തേടി വന്ന ഈശോ എന്ന പാഠഭാഗത്തിലോട്ട് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 പാഠഭാഗങ്ങൾ എല്ലാവരും വായിച്ചു എന്ന് മാഷ് വിചാരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ഏഞ്ചലിൻ, ആൻമരിയ? വായിച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഈ പാഠത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ട് ആരംഭിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം ഞങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ അങ്ങ് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്കും മനസ്സിനും അങ്ങ് പ്രകാശം നൽകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും ആദ്യമേ തന്നെ മാഷ് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ചോദ്യം ഇതാണ്: ലൂക്കായുടെ സുവിശേഷം 15ാം അധ്യായത്തിൽ 3 ഉപമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കുമോ? മാഷ് ഒരു ചോദ്യം ചോദിക്കാം. ഏഞ്ചൽ റോസ്, ഒരു ഉപമ പറയാമോ? ഏഞ്ചൽ പറയുന്നു ധൂർത്തപുത്രൻ്റെ ഉപമ. ശരിയാണ്, ഏഞ്ചൽ. എയ്ബൽ ഷൈജു, എയ്ബൽ പറയുന്നു കാണാതായ നാണയത്തിൻ്റെ ഉപമ. ഒരു ഉപമയും കൂടിയുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ. ഈ 3 ഉപമകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പള്ളിയിലെ ഞായറാഴ്ചകളിലെ പ്രസംഗങ്ങളിലും മതബോധനം പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാം പലപ്പോഴായിട്ട് ഈ ഉപമകൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാകും. എന്നാലും ഒന്നും കൂടി നമുക്ക് ആ ഉപമകളിലൂടെ കടന്നു പോകാം. എന്താണ് ആ ഉപമകളുടെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തോട്ട് പോവുകയാണ്. അവിടെ ധൂർത്തനായി ജീവിച്ച് തൻ്റെ സ്വത്തുക്കളെല്ലാം അവൻ അവിടെ നശിപ്പിച്ച് കളയുകയാണ്. തൻ്റെ കയ്യിൽ ഉടുക്കാൻ വസ്ത്രങ്ങളോ ഭക്ഷിക്കാൻ വസ്തുക്കളോ ഒന്നുമില്ലാതായപ്പോൾ അവൻ തൻ്റെ പിതാവിനെ ഓർക്കുകയാണ്. താൻ വിശന്ന് വലഞ്ഞപ്പോൾ തൻ്റെ ഏകാന്തതയിൽ തൻ്റെ പിതാവിനെ ആ മകൻ ഓർക്കുന്നു. തൻ്റെ പിതാവിൻ്റെ അടുക്കലോട്ട് ആ മകൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഉടനെ തന്നെ 2 കൈയും നീട്ടി തൻ്റെ മകനെ ആ പിതാവ് സ്വീകരിക്കുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈശോ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം ഒന്നേയുള്ളൂ. നമ്മൾ ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഈശോയുടെ അനന്തമായ കാരുണ്യം. പാപികളുടെ, തെറ്റ് ചെയ്യുന്നവരുടെ തിരിച്ചു വരവിനായിട്ട് ഈശോ കാത്തിരിക്കുക. അങ്ങനൊരു പിതാവ് നമുക്കുണ്ട്, കുഞ്ഞുങ്ങളായ നമുക്കുണ്ട്.
കുഞ്ഞുങ്ങളായ നിങ്ങൾക്കുണ്ട്. ഇനി തെറ്റിൽ നിന്നും തിരിച്ചു വന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാരോട് പറയണം. തെറ്റുകൾ സംഭവിച്ചാലും കുറ്റങ്ങൾ സംഭവിച്ചാലും നമ്മളോട് പൊറുക്കുന്ന, നമ്മുടെ തിരിച്ചുവരവിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നമ്മൾ പറയണം. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ പിതാവ് അല്ലെങ്കിൽ ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം ഇതാണ്. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ജീവിതത്തിൽ കാരുണ്യം കാണിക്കാവുന്ന അനവധി അവസരങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിലും ഈശോ വ്യക്തമാക്കി തരുന്നത് ഈ ഒരു കാര്യമാണ്. തനിക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നാലും അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അതിനുപേക്ഷിക്കുവാൻ ആ പിതാവിന് സാധിക്കുന്നില്ല. അതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുകയും കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. കാണാതായ നാണയത്തിൻ്റെ ഉപമയിലും ഈ കാര്യം തന്നെയാണ് പിതാവ് വ്യക്തമാക്കുന്നത്, ഈശോ വ്യക്തമാക്കുന്നത്. എന്താണ്? തൻ്റെ കയ്യിൽ 10 നാണയങ്ങൾ ഉണ്ടായിരുന്നാലും അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ പോലും ആ സ്ത്രീക്ക് അത് സഹിക്കുന്നില്ല. അത് കണ്ടുകിട്ടുവോളം അന്വേഷിക്കുകയും അത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ 3 ഉപമകളിലും ഈശോ വ്യക്തമാക്കി തരുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, പാപികളുടെ, തെറ്റ് ചെയ്യുന്നവരുടെ തിരിച്ചു വരവിനായിട്ട് ഈശോ കാത്തിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, ആ കാത്തിരിപ്പിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇരു കൈയും നീട്ടി ഈശോ സ്വീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതാണ്. മാഷ് ഇവിടെ പറഞ്ഞ 3 ഉപമകൾ ഏതാണ് എന്ന് പറയാൻ പറ്റുമോ? ആൻ്റണി ഒന്ന് പറഞ്ഞേൻ. ആൻ്റണി, 3 ഉപമകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ധൂർത്തപുത്രൻ്റെ ഉപമ, രണ്ടാമത്തെ നഷ്ടപ്പെട്ട് പോയ ആടിൻ്റെ ഉപമ, മൂന്നാമത്തെ കാണാതായ നാണയത്തിൻ്റെ ഉപമ. ഈ 3 ഉപമകളിലും എന്താണ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറയാൻ പറ്റുമോ? ആൻമരിയ അവിടെ പറയുന്നുണ്ട്. ഈശോയുടെ അനന്തമായ കാരുണ്യമാണ് നമുക്ക് ഈ 3 ഉപമകളിലും വ്യക്തമാക്കി തരുന്നത്. ഈശോ പഠിപ്പിക്കുക മാത്രമല്ല, തൻ്റെ പ്രവൃത്തികളിലൂടെ കാണിച്ച് തരികയും ചെയ്യാറുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കുമോ? കാതറിൻ ഒന്ന് പറഞ്ഞേൻ. 1-2 ഉദാഹരണങ്ങൾ. കാതറിൻ പറയുന്നുണ്ട്. ഈശോ തൻ്റെ കുരിശ് മരണത്തിൽ നല്ല കള്ളനോട് കാരുണ്യം കാണിക്കുന്ന ഈശോ, തൻ്റെ കുരിശ് മരണത്തിൽ നല്ല കള്ളനോട് കാരുണ്യം കാണിക്കുന്ന ഈശോ. നമ്മൾ ഈ ഭാഗത്ത് തന്നെ കാണും. പാപിനിയായ സ്ത്രീയോട് കാരുണ്യം കാണിക്കുന്ന ഈശോ, തളർവാദ രോഗിയോട് കാരുണ്യം കാണിക്കുന്ന ഈശോ, ഇടയനില്ലാത്ത ജനങ്ങളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ഈശോ. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈശോ തൻ്റെ കാരുണ്യം പ്രകടമാക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അതിന് ശ്രമിക്കണം. ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഉദാഹരണങ്ങൾ പറയാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുമോ? അവിടെ ചിലർ പറയുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയെ വെടിവെച്ച ആ ഘാതകനോട് മാപ്പ് നൽകുന്ന മാർപ്പാപ്പ, തന്നെ കുത്തി മുറിവേൽപ്പിച്ച അലക്സാണ്ടറിന് മാപ്പ് കൊടുത്ത വിശുദ്ധ മരിയ ഗോരത്തി, വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററെ കൊന്ന ഘാതകന് മാപ്പ് നൽകിയ അവരുടെ കുടുംബം. അങ്ങനെ ആധുനിക ജീവിതത്തിൽ ഈശോ കാണിച്ചു തന്ന ആ ഒരു അനന്തമായ കാരുണ്യത്തിൻ്റെയും അനന്തമായ സ്നേഹത്തിൻ്റെയും മാതൃകകൾ ഇന്നും നമ്മൾ പലരിലൂടെയും അത് തുടർന്നു പോകുന്നു. കുഞ്ഞുങ്ങളായി നമ്മളും അത് ചെയ്യണം. പഠിക്കാൻ കഴിവ് കുറഞ്ഞ കുട്ടികൾ
നമ്മുടെ ഇടയിലുണ്ടാകും. നമ്മൾ അവരെ സഹായിക്കണം. പഠിക്കാൻ പൈസയില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ കാരുണ്യം കാണിക്കണം. കുഞ്ഞുങ്ങളായ നമ്മൾ അങ്ങനെ ചെയ്യണം. എന്നിരുന്നാലേ ഈശോയുടെ ജീവിതം, ഈശോയുടെ മാതൃക പിന്തുടരുന്ന മക്കളായിട്ട് നമ്മൾ വളരുകയുള്ളൂ. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. ഇന്ന് ഈ 3 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പോയിട്ട് വായിക്കണം. മാഷ് ചെറിയ ഒരു ഹോംവർക്കും കൂടി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഈ ക്ലാസ് കഴിയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ആ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതണം. എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അത് അയച്ച് കൊടുക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അങ്ങ് ആനയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലോട്ട് അങ്ങ് ആവഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.